ടീച്ചറിൻ്റെ കുഞ്ഞുമക്കൾക്ക് നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്വരാക്ഷരങ്ങൾ തന്നെയാണ്. സ്വരാക്ഷരങ്ങൾ നിങ്ങൾ മനസ്സിൽ പതിഞ്ഞോ എന്ന് അറിയണ്ടേ ടീച്ചർക്ക്? നിങ്ങളത് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടോ എന്ന് അറിയണ്ടേ? ബോർഡ് കാണുമ്പോൾ അറിയാൻ പറ്റും. ടീച്ചർ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത് നിങ്ങൾ പഠിച്ച അതേ സ്വരാക്ഷരമാണ്. നിങ്ങൾക്കത് കിട്ടുന്നുണ്ടോ എന്ന് അറിയണ്ടേ? ടീച്ചർ കുറേ പഠിപ്പിച്ച് പോയതുകൊണ്ട് കാര്യമില്ല. ടീച്ചറിൻ്റെ കുഞ്ഞുമക്കൾക്ക് അത് മനസ്സിലാക്കിയോ എന്നറിയണം. ഏതെങ്കിലും ഒരു അക്ഷരം എവിടെയെങ്കിലും മിസ്സായാൽ അത് ഏതാണെന്ന് മനസ്സിലാക്കി എഴുതാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയണം. അതിനാണ് ടീച്ചർ ഇന്ന് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. കണ്ടോ? അപ്പോൾ ടീച്ചർ സ്വരാക്ഷരം ചിലതൊക്കെ മിസ്സിങ് ആണല്ലേ. ചില അക്ഷരങ്ങളൊക്കെ ഇവിടെ ഇല്ല. നോക്കുമ്പോൾ അയ്യോ ടീച്ചറെ ഞാൻ പഠിച്ച ആ അക്ഷരം ഇല്ല അല്ലേ, അയ്യോ ടീച്ചറെ തൊട്ടപ്പുറത്തെ അക്ഷരം കാണുന്നില്ല. അതൊക്കെ ഏതാണെന്ന് അറിയാനും പഠിക്കാനുമാണ് ഇന്നത്തെ ക്ലാസ്. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ സ്വരാക്ഷരം തുടങ്ങുകയാണ്. ഏതാണ് എവിടെ അങ്ങനെ തുടങ്ങുന്ന സ്വരാക്ഷരം? ആ എന്ന അക്ഷരത്തിലാണ് തുടങ്ങുന്നത് അല്ലേ. ആ കഴിഞ്ഞ അടുത്ത അക്ഷരം ഏതാ? അടുത്ത അക്ഷരം ഏതാ എന്ന് പറഞ്ഞേ. ആ കഴിഞ്ഞാൽ അടുത്ത അക്ഷരം ഏതാ? ആ. ഏതാണ്? ആ. എഴുതാം ഉണ്ടാവും. അപ്പോൾ അടുത്ത അക്ഷരം ആ. കണ്ട? അടുത്തത് ഏത് അക്ഷരമായിരിക്കും? അടുത്ത അക്ഷരം ഏതാ? ഇ. യെസ്, ഇ. കണ്ട? അടുത്തിവിടെ എഴുതിയിട്ടുണ്ട് ഈ. അടുത്തത് പറ. ഉ. ഉ. കണ്ടോ? നെക്സ്റ്റ് ഊ. കണ്ടോ? അടുത്തത് ഏതാ? അടുത്തത് ഏതാ? പറ. റ്. ഇതാണ് റ്. റ്. ഓക്കെ. ആ, ആ, ഇ, ഈ, ഉ, ഊ, റ്. അടുത്തത് എ, ഏ. അടുത്തെന്തായിരിക്കും? ഐ. ഐ. ഓക്കെ. നെക്സ്റ്റ് ഓ. ഓ. അടുത്തത് പറ. പറ, നിങ്ങൾ പറ കേക്കട്ടെ. ഓ. ഓ. ഇവിടെ എഴുതിയിരിക്കുന്നത് ഔ. അടുത്ത അക്ഷരം ഏതാണ്? വേഗം പറ. അം. ഈ ചിഹ്നത്തിന് പറയുന്ന പേര് അനുസ്വാരം. ലാസ്റ്റ് അവസാന സ്വരാക്ഷരം ഏതാണ്? അവസാന സ്വരാക്ഷരം യെസ്, ആ. ഈ ചിഹ്നത്തിന് പറയുന്ന പേരെന്താണ്? വിസർഗം. ഏതാണ്? വിസർഗം. കിട്ടിയില്ലേ? ഇതുപോലെ നിങ്ങൾ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ അക്ഷരങ്ങൾ ഇങ്ങനെ മിസ് ചെയ്തിട്ട് ഡാഷ് ഇട്ടിട്ട് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് എന്നിട്ട് ഏതാണോ മിസ്സായത് ആ മിസ്സായ അക്ഷരം ഓർഡറായിട്ട് കൃത്യമായിട്ട് എഴുതി പഠിക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് ഓർമ്മ വരുള്ളൂ. ആ, ഇന്ന അക്ഷരം ഇതൊക്കെയാണ് സ്വരാക്ഷരങ്ങൾ, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്, ഇത്രയും അക്ഷരങ്ങൾ സ്വരാക്ഷരങ്ങളായിട്ടുണ്ട് എന്നുള്ളതൊക്കെ മനസ്സിൽ പതിയാനായിട്ടാണ് ടീച്ചർ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസും കൂടെ ക്ലാസ്സിൽ ചെയ്യിക്കുന്നത്. ഇനി മറക്കരുത് കേട്ടോ. മനസ്സിൽ ശരിക്കും ഓർത്ത് വയ്ക്കുക, തറവാക്കണം മനസ്സിൽ. ഇതുപോലെ ഇങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്ത് പഠിച്ചാൽ ക്ലിയർ ആവും. അടുത്ത ക്ലാസ്സിൽ കാണാം.